ഷാലിം മെലഡിയുടെ ആദ്യ കവിതാ സമാഹാരം ജീവിതനൗക പ്രകാശനം ചെയ്തു. കൊടുങ്ങല്ലൂരിലെ ദർബാർ ഹാളിൽ വെച്ച് ഡാവിഞ്ചി സുരേഷ് ഡോക്ടർ ജി ഉഷാകുമാരിക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. പുതുമലയാള കവിതയിലെ പ്രകാശ നക്ഷത്രങ്ങളാണ് ഷാലിമിന്റെ കവിതകളെന്നും മലയാളത്തിന്റെ സമ്പന്നമായ കവിതാ പാരമ്പര്യത്തിൽ ഷാലിമിന്റെ നാമവും എഴുതി ചേർക്കപ്പെടുമെന്നും പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. പ്രകാശനം ചെയ്യുന്ന ആള് പുസ്തകം വായിച്ചിരിക്കട്ടെ, അതല്ലേ പ്രകാശനം ചെയ്യുന്നതിലൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ വായിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ അതിൻ്റെ ഓടിച്ചു നോക്കി. എനിക്ക് മനസ്സിലാക്കാൻ സുവൈദ ടീച്ചർ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഞാൻ എനിക്കൊന്നും സത്യം പറഞ്ഞാൽ പറയാനില്ല. പക്ഷെ ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു കവിയുടെ അവൻ്റെ മനസ്സിലുള്ള എന്താ പറയുക, ആ ഒരു സ്വപ്നങ്ങളും ചിന്തകളും ഒക്കെ ഒരുപാട് തുറന്ന് എഴുതിയിട്ടുള്ളൊരു പുസ്തകം കൂടിയാണ്. സാധാരണ ഇപ്പോൾ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ വാക്കുകൾ നമുക്ക് എഴുതി ചാറ്റ് ജിപിടിയിലോ അല്ലെങ്കിൽ മറ്റ് ജെമിനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടനേകം വാക്കുകൾ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ജനുവിനായിട്ടുള്ള ഒരു നാടൻ കവിതകളുടെ സൗന്ദര്യം ഈ വാക്കുകളിൽ കാണാൻ സാധിച്ചു. വളരെ എന്താ പറയുക, നമുക്ക് ആ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്രത്തോളം ഉള്ളിൽ അവൻ്റെ സന്തോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രേമങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് ആ ഒരു പുസ്തകത്തിലെ വരികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്നാമത്തെ കവിതയാണ്, ഒരുപാടൊന്നുമില്ല, കുറച്ചുണ്ട്. കരയുവാനെന്നുടെ കണ്ണു വിലക്കി, ചിരിക്കുവാനെന്നുടെ ഉള്ളു വിലക്കി, കരയുവാനെന്നുടെ കണ്ണു വിലക്കി, ചിരിക്കുവാനെന്നുടെ ഉള്ളു വിലക്കി, മധുരിക്കുമോർമ്മകൾ കോർത്തു ഞാനിന്ന് ഒരു കൊച്ചു കൂടുണ്ടാക്കി, മധുരിക്കുമോർമ്മകൾ കോർത്തു ഞാനിന്ന്. പ്രൊഫസർ വി കെ സുബൈദ പുസ്തക പരിചയം നടത്തി. ഒന്നും എഴുതാൻ സാമഗ്രികളില്ല, കേൾക്കാനൊരാളില്ല, എങ്കിലും നഖം കൊണ്ടൊക്കെ ഒരു ചുമരുകളിൽ എഴുതിയിട്ടിരുന്നു 2 വരി. ആ 2 വരി അവർ പിൽക്കാലത്ത് വലിയ കവിത ഒന്നും വിചാരിച്ച് എഴുതുന്നതല്ലത്. അതേപോലെ നമ്മൾ പറയില്ലേ, വാഗൺ ട്രാജഡിയിലൊക്കെ ചിലർ രക്ഷപ്പെട്ടവർ പറയുന്നുണ്ട്, അത്ര തിരക്കില് വണ്ടിയിൽ നിന്ന് ആണി ഊരിപ്പോയ ചെറിയ ദ്വാരത്തില് മൂക്ക് ചേർത്ത് വെച്ചിട്ടാണ് പ്രാണവായു വലിച്ചെടുത്തതെന്ന്. അങ്ങനെ അത് കവിതയ്ക്ക് മാത്രം, വേറെ ഒരു മീഡിയയ്ക്കും നമുക്കത് അവകാശപ്പെടില്ല. കവിത ആളുകൾ എഴുതി പോകും. അത് കവി സെബാസ്റ്റ്യൻ, നസീർ ബാബു, ഡോക്ടർ കെ യൂസഫ്, സീതി മാസ്റ്റർ, സക്കീർ ഹുസൈൻ, മുജീബ് റഹ്മാൻ, ആർട്ടിസ്റ്റ് ജോസഫ്, ഡോക്ടർ വിജീഷ് PV, ഷാലി മെലഡി എന്നിവർ സംസാരിച്ചു. തനിമ കലാസാഹിത്യവേദിയും പോളിസ്റ്റർ ബുക്സും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്.